എന്ത് പറഞ്ഞ എൻ്റെ ബാലൻസ് നോക്ക്. ഞാൻ ഇവിടെ നിന്ന് ഉടായ്പ കാണിക്കും. ഞാൻ ഉടായ്പ കാണിക്കാണ്ട് നീ ഇപ്പം ബില്ല് വേണണ്ട. ഗ്ലാസ് കാരണം എന്താണ്? ശ്രീന്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ടാണ്. അതുകൊണ്ട് മാത്രമാണ് കൈയടിക്കണ സാധനം പറഞ്ഞത്. സൈഡിൽ കൂടെ അത് വരണമെങ്കിൽ ആരും എന്ത് ചെയ്യണം? ഞാനല്ല. മൈനസ് വളരെ നല്ലൊരു മൈനസ്. ഇറങ്ങേണ്ടി വന്നു. അപ്പൊ വെയിറ്റർ അതിന്റെ പള്ളി വിളിച്ചിട്ട് ഞാൻ മറ്റേ തൊപ്പിയൊക്കെ വെച്ചിട്ടു. ഞാൻ പരിപാടി അതല്ല അവന്മാർക്ക് വെള്ളം തീരെ ജീവിതം തീരാറായി. ഗ്ലാസ് 4-5 ഗ്ലാസ് ഒരുമിച്ച് ഞാനൊരു 3 വട്ടം വരാം. അതാണ് വലിയ കൊണ്ടായിട്ടാണ് ഞാൻ വിടാതിരിക്കുന്നത്. തൊപ്പിയൊക്കെ ഊരി വെച്ചിട്ടേ ഡ്യൂട്ടിയിൽ നിന്ന് ഇറങ്ങാൻ പോയി തിരിച്ച് ഒരു ടേബിൾ ആൾക്കാരെന്ന് പറഞ്ഞോളൂ. ആ ഒരു ടേബിൾ നമ്മളാണ്. അതെ അതെ. ഇവിടുത്തെ ഹൈലൈറ്റ് എന്താണ് പറയാനുള്ളത്? ബർത്ത്ഡേ അത് ശരിക്കും അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. ബർത്ത്ഡേ ബർത്ത്ഡേ സർപ്രൈസ് ഉണ്ടായിരുന്നു നേരത്തെ. ഡ്രസ് ചെയ്യാത്ത വീഡിയോ അതൊക്കെ എല്ലാവരും കണ്ടതാ അല്ലേ? നെവില് ഡ്രസ് VFX ചെയ്തു. സൂപ്പർമാൻ വാർത്തയുടെ കാണിക്കണം ബ്ലർ ചെയ്തിട്ട് ഞാൻ പറയട്ടെ. എന്നോട് ആദ്യം ഞങ്ങള് ദോശ ഉണ്ടാക്കാൻ വേണ്ടി പോയി. ഞാൻ ദോശക്കുള്ള എല്ലാവരും അളവൊക്കെ എടുത്തിട്ട് ദോശക്കുള്ള മാവ് വയ്ക്കാൻ വേണ്ടി പോയിരുന്നു. അവിടെ രവിയിലൊരു വിളി വാക്കുന്നത് അരില് മുട്ടാട്ടോ അത് അരില് വേണ്ടെന്ന് തെരു വിളിക്കാൻ വേണ്ടി വരിക. കേക്ക് വേണ്ടി 2 നില കൂടി. ഞാൻ ആദ്യം വിചാരിച്ച് നെവിലാണ് കയറി വന്നത്. പ്രജ നിന്നോട് സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യം ഓരോ പണിയായിട്ട് കയറി കയറി 2 നില മുകളിൽ പോയി. കാരണം ഇവ അങ്ങനെ ഡൗട്ട് അടിച്ച് 1 നില മുകളിൽ കയറി വന്നാലും മേടിച്ച് 2 നില മുകളിൽ. എന്നോട് നെവിൽ ഒന്ന് ചോദിച്ചു ഇവന്മാരെവിടെ ചോദിച്ചു. അനിലിനെ കാണാനില്ല. പ്രജ ഫോണും വിളിച്ച് അങ്ങനെ പുറത്തു വിടേണ്ടി കയറും. അപ്പൊ നെവിന് പുറത്തു വരുമ്പോ ഞാനും പുറകെ അങ്ങനെ പറഞ്ഞു. നമ്മള് പ്ലാനിന്റെ മിസ്റ്റേക്ക് എന്താണ് വരും. അവരുടെ അടുത്ത് പ്ലാൻ പറഞ്ഞില്ല. ഫുള്ള് അറിയാമെങ്കിൽ നമുക്ക് കൊളാക്കിയത്. ഇതവ അറിഞ്ഞൂടാത്തോടെ അത് അത്ര തെറ്റേ ചെയ്തുള്ളൂ. പറഞ്ഞേ ഞാൻ നീ കേക്ക് വേണം ഞാൻ ഏത് പാട്ടിടും ഇപ്പോഴത്തെ അകത്തെന്ന് പറഞ്ഞുപോയേ എന്തിന്റെ കോംപ്ലിക്കേറ്റ് തന്നെ ഇറങ്ങി വന്നെന്ന് പറഞ്ഞ് ഓടി 3 നില ഒട്ടും കോംപ്ലിക്കേറ്റ് അല്ല. അതുകൊണ്ടാണ് ആദ്യം കയറി ചെന്നെങ്കിലേ ഞാൻ കയറി ചെല്ലുമ്പോൾ പേടിച്ച് പേടിച്ചാണ് പോയത്. കാരണം ഇവ ഇത് നീയെന്നും വിചാരിച്ച് കേക്കെടുത്ത കയറി ഹാപ്പി ബർത്ത്ഡേ അല്ല കേക്കെടുത്ത് അപ്പുറത്തോട്ട് കയറി ഇവൻ എല്ലാവർക്കും താങ്ക്സ് ഫോർ എവരിത്തിങ്. കമന്റ്സിൽ വന്ന എല്ലാ ഫുഡ് സ്പോൺസർ ചെയ്ത പ്രജുനും വളരെയധികം നന്ദി അറിയിക്കുന്നു. കമന്റ് ബോക്സിൽ വരാനിരിക്കുന്ന ഒരാൾക്കൂടെ നന്ദി പറയാനുണ്ട്. ഈ മന്തി സ്പോൺസർ ചെയ്ത കാസിൽ റെസ്റ്റോറന്റ്. അതിനേക്കാളും വലുത് കേക്കിൽ പേരെഴുതി എടുത്തിട്ടുണ്ട്. ആരും നമുക്ക് അറിഞ്ഞൂടാ എന്ത് എഴുതി പേരെഴുതി. അവസാന നിമിഷം അവൻ വിളിച്ചു ചോദിച്ചിട്ടാണ് പറഞ്ഞത് ഇതിപ്പോ എന്തോ എഴുതേണ്ട. ലാസ്റ്റ് നിമിഷം പോലീസ് വന്നിപ്പോ കട അടക്കി പെട്ടെന്ന് പറയാను. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു എന്തിനാന്ന് അറിയാമോ? നല്ലത് വരട്ടെ. അല്ലല്ലേ എന്തോ ഒരു 3 വേർഡ് കഴിഞ്ഞിട്ട് മൊയിലാളി എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് അങ്ങേക്ക് മനസ്സിലാവുള്ള വിധത്തിൽ. അതിന് ഇവ ഞാൻ മൊയിലാളി എന്നുള്ള വാക്ക് മാറ്റാണ്ട് ആ മുന്നത്തെ ഇംഗ്ലീഷ് വേർഡ് എടുത്ത് മാറ്റിട്ട് അത് മാറ്റിട്ടോ എന്തായിരുന്നു ആ 3 വാക്ക്?
ആ 3 ആൾക്കാരുടെ മുതലായിട്ട് ഹൈലൈറ്റ്. അത് യൂട്യൂബ് ഇതിൽ പറയാൻ പറ്റത്തില്ല. അതിൻ്റെ ഇടയിൽ കേക്ക് എടുക്കാൻ പോയ സമയത്ത് വാതിലിൻ്റെ ഇടയിലേക്ക് വിരൽ കുടി. ഞാനിടയിൽ കൈ കഴിച്ചു പിടിച്ചാണ് പോയി ഓടിയത്. അതിനോട് പ്രസക്തിയില്ല. വിരൽ പോയത് തന്നെയാണല്ലോ, നിന്റെ അല്ലല്ലോ. അപ്പോൾ അടുത്ത ബർത്ത്ഡേക്ക് ഇതിനേക്കാളും വലിയ സമ്മാനങ്ങളായി നമ്മൾ വീണ്ടും വരുന്നതാണ്. അതൊരു ശുഭരാത്രി. സൈനിങ് ഔട്ട്. സുഖരിദ്ര. ബൈ ബൈ.